ഹായ്, വെൽക്കം ടു ടോക്സ് ഇംഗ്ലീഷ് ക്ലാസ്സസ്. ഇന്ന് നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലെ ആർട്ടിക്കിളിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഗ്രാമർ പറയുമ്പോൾ ആദ്യമായിട്ട് വളരെ സിമ്പിളായ ഒരു സംഗതിയാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. എ അല്ലെങ്കിൽ ഏൻ അല്ലെങ്കിൽ ദ, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ആർട്ടിക്കിൾ എന്ന് പറയാം. എയും ആനും നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നാണ് പറയാ. ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നാണ് പറയാം. നമുക്ക് നോക്കാം. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക ഡിഫൈൻ ചെയ്യപ്പെട്ട അല്ലെ, ഒരു പ്രത്യേകമാക്കപ്പെട്ട ഒരു സംഗതിയെ കുറിച്ച് പറയുമ്പോഴാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയാം. അത് ദി എന്ന പദമാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുക. നമ്മൾ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിശേഷപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കാം. അതിന്റെ യൂസേജിനെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാവുന്നതാണ്. പിന്നെ പറയാവുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. എയും ആനും നമുക്കറിയാം. എ എന്ന് പറഞ്ഞാൽ ഒരു എന്നാണ്. അതേ അർത്ഥം തന്നെയാണ് ആൻ എന്ന് പറഞ്ഞാലും. അത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നത് മാത്രമാണ് നമ്മളിവിടെ പഠിക്കാനുള്ളത്. അപ്പൊ എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ, ഒരു പ്രത്യേക ഡോക്ടർ അല്ല, ഏതോ ഒരു ഡോക്ടർ, നമുക്ക് അറിയാത്തൊരു ഡോക്ടർ എന്ന് പറയുമ്പോഴാണ് നമ്മൾ എ ഡോക്ടർ അല്ലെങ്കിൽ ആൻ ആപ്പിൾ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടില്ലാത്ത ഒരു കാര്യം പറയുമ്പോഴാണ് ആൻ ആപ്പിൾ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിനെ കുറിച്ച് ഒന്ന് നോക്കാം. എയും ആനും, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ എയും ആനും എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ബിഫോർ എ സിംഗുലർ കൗണ്ടബിൾ നൗൺസിന്റെ മുന്നിലാണ് എയോ ആനോ ഉപയോഗിക്കുക. അതായത് എണ്ണമുള്ള ഒരു സിംഗുലറായ ഒറ്റയായ ഒരു പേരിന്റെ കൂടെ, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ആശയത്തിന്റെ ഒക്കെ പേരിന്റെ കൂടെയാണ് നമ്മൾ നൗൺ എന്ന് പറഞ്ഞാൽ പേരിന്റെ കൂടെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ ബുക്ക് അല്ലെങ്കിൽ എ ഗേൾ, an ink സ്റ്റാൻഡ് അല്ലെങ്കിൽ an umbrella, എ ഡ്രൈവർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നോക്കാം, എ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ബിഫോർ എ കൺസണന്റ് സൗണ്ട്സ് എന്നാണ്. സൗണ്ട് എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്ത് ശ്രദ്ധിക്കുക. സൗണ്ട് ആണ്, പിന്നെ കോൺസണൻസ് അല്ല. നമ്മൾ അറിയാം, വവൽ സൗണ്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ഐ ഇ ഒ യു എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാകുന്ന ഏത് വാക്കും, ഏത് സൗണ്ടും, ഏത് ഫൊണീം എന്നാണ് നമ്മൾ പറയേണ്ടത്. ഏത് ഫൊണീമും ഈ ഒരു വവൽ സൗണ്ട് ആണ്. ഈ ഒരു വവൽ സൗണ്ട് അല്ലാത്തതെല്ലാം കോൺസണന്റ് സൗണ്ട് ആണ്. അപ്പോൾ കോൺസണന്റ് സൗണ്ട്സിന്റെ മുന്നിലാണ് നമ്മൾ എ എന്ന് വെക്കുക. ഫോർ എക്സാമ്പിൾ എ ബോയ്, എ ഹോഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ. ഇനി ആനോ, ആൻ എന്ന് പറഞ്ഞാൽ ബിഫോർ വവൽ സൗണ്ട്സ് ആണ്, ലെറ്റർ അല്ല. എ ഇ ഐ ഒ യു എന്ന് പറയാറുണ്ട്, പക്ഷെ ആ ഒരു അക്ഷരങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, ആ ശബ്ദമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ആൻ എനിമി, ആൻ ഓറഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ആൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ആൻ ഈസ് യൂസ്ഡ് വെൻ എച്ച് ഇസ് സൈലന്റ്. ചില വാക്കുകളുടെ ആദ്യ അക്ഷരം എന്ന് പറയാൻ എച്ച് ആണ്. എച്ച് ആണെങ്കിൽ സൈലന്റ് ആണ്, അത് കോൺസണന്റ് ആണ്. എച്ച് എന്ന് നമ്മൾ പറയുമ്പോൾ അത് കോൺസണന്റ് ആണ്, പക്ഷെ അത് സൈലന്റ് ആയതുകൊണ്ട് തൊട്ടടുത്ത അക്ഷരമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. എൻ അവർ, അവർ എന്ന് പറയുമ്പോൾ HOUR ആണല്ലോ. അപ്പൊ നമ്മൾ പറയേണ്ടത് അവർ എന്നാണ്, ഹവർ എന്നല്ല. അപ്പൊ ഹ എന്ന് പറയുന്നത് കോൺസണന്റ് ആണ്, പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എച്ച് സൈലന്റ് ആണ്. ആൻ അവർ എന്നാണ് പറയാ. അപ്പൊ ആൻ എന്നാണ് അവിടെ വെക്കുക. അതേപോലെ ആൻ ഓണിസ്റ്റ് മാൻ, ഓണസ്റ്റ് എന്നാണ് പറയേണ്ടത്, ഹോണസ്റ്റ് എന്നല്ല. അപ്പൊ ഓണസ്റ്റ് എന്ന് പറയുമ്പോൾ ആൻ ആണ് വെക്കേണ്ടത്. ആൻ ഓണറബിൾ പേഴ്സൺ എന്ന് പറയുമ്പോഴും അങ്ങനെയാണ് പറയേണ്ടത്. ആൻ എയർ നമ്മൾ അനന്തരാവകാശി എന്നാണ് പറയുന്ന രീതിയിൽ എയർ എന്നാണ് പറയാ, ഹെയർ അല്ല. ഓക്കെ, അതേപോലെ തന്നെ എ ഉപയോഗിക്കുന്നത്, എ ഈസ് യൂസ്ഡ് വെൻ എ വവൽ ലെറ്റർ ഈസ് പ്രൊനൗൺസ്ഡ് ആസ് എ കോൺസണന്റ്. ഇനി ഒരു വവൽ സൗണ്ട്, വവൽ ലെറ്റർ കോൺസണന്റിനെ പോലെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ എ യൂറോപ്യൻ, ഇ എന്ന് പറയുന്നത് നമ്മൾ വവൽ സൗണ്ടിൽ പെട്ട ഇ ആണ് അല്ലെ. നമ്മൾ ആ അക്ഷരം നോക്കുമ്പോൾ വവൽ ആയിട്ട് തോന്നും, പക്ഷെ യൂറോപ്യൻ എന്ന് പറയുമ്പോൾ യാ എന്ന അക്ഷരം ശബ്ദമാണ് നമുക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് എ യൂറോപ്യൻ, എ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എ ആണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ എ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എ ആണ് ഉപയോഗിക്കേണ്ടത്. എ വൺ ഐഡ് മാൻ എന്ന് പറയുമ്പോഴും വൺ എന്നാണ്, ഓ എന്നാണ് അക്ഷരമെങ്കിലും സൗണ്ട് വരുന്നത് വൺ, വ് എന്ന കോൺസണന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എ ശബ്ദമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അതേപോലെ ആൻ ഈസ് യൂസ്ഡ് ബിഫോർ അബ്രിവിയേഷൻസ് ബിഗിനിങ് വിത്ത് എ വവൽ സൗണ്ട്. അബ്രിവിയേഷൻസ് തന്നെ നമ്മൾ ഷോർട്ടാക്കി പറയുന്ന BA, MA ഒക്കെ പറയുന്ന പോലെയുള്ള അബ്രിവിയേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഷോർട്ടാക്കി പറയുന്ന ആ ലെറ്റർ നമ്മൾ വായിക്കുമ്പോൾ വവൽ സൗണ്ട്സിലാണ് വായിക്കുന്നതെങ്കിൽ അതിനു മുമ്പേ നമ്മൾ ഉച്ചരിക്കേണ്ടത് ആൻ ആണ്. ഫോർ എക്സാമ്പിൾ ആൻ MBA സ്റ്റുഡന്റ്, ആൻ MP,
an MA എന്നൊക്കെ പറയുന്ന പോലെ, an LD ക്ലർക്ക് എന്ന് പറയുന്നത് പോലെ കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ അബ്രിവിയേഷൻസ് ആകുമ്പോൾ ലെറ്റർ എം എന്നൊക്കെ പറയുന്നത് കോൺസണന്റ് ആണ്, പക്ഷെ അത് നമ്മൾ എം എന്ന ശബ്ദത്തിലാണ് നമ്മളത് വായിക്കുന്നത് കൊണ്ട് നമ്മൾ ആൻ എന്ന ആർട്ടിക്കിൾ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എയും എ ആണെങ്കിലും എൻ ആണെങ്കിലും ചിലപ്പോൾ ഈസ് യൂസ്ഡ് വെൻ എ വെർബ് ഈസ് യൂസ്ഡ് ആസ് എ നൗൺ. ചിലപ്പോൾ വെർബുകൾ നൗൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഷി ഹാസ് ഗോൺ ഫോർ എ വാക്ക്, അവളൊരു നടത്തത്തിന് പോയതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നടത്തം എന്ന അർത്ഥത്തില് വാക്ക് എന്ന് ഉപയോഗിക്കുമ്പോൾ ഗോ ഫോർ എ വാക്ക് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അതായത് വെർബാണ്, വാക്ക് എന്ന് പറയുന്ന വെർബാണ്, പക്ഷെ ഇവിടെ നൗൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഹാവ് എ ഗുഡ് സ്റ്റാർട്ട്, ഒരു നല്ല തുടക്കം എന്നർത്ഥത്തിൽ. തുടങ്ങുക എന്ന വെർബല്ല, തുടക്കം എന്ന നൗൺ ആണ്. ആ പ്രവൃത്തിയുടെ പേരായിട്ട് അത് പറയുമ്പോൾ നമുക്ക് ഒരു ആർട്ടിക്കിൾ അവിടെ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ഐ വോണ്ട് എ ഡ്രിങ്ക്, ഐ വോണ്ട് എ ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ എ ഡ്രിങ്ക് എന്ന് പറയുന്നത് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുക എന്നുള്ളതാണ്, പക്ഷെ പാനീയം എന്ന അർത്ഥത്തിൽ നമുക്ക് ഡ്രിങ്ക് എന്ന് പറയാവുന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ദ അല്ലെങ്കിൽ ദി എന്ന് പറയുന്ന ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ചാണ്. ഈ ദി എന്ന് പറയുന്നത് അതിനുശേഷം വവൽ സൗണ്ട് വരികയാണെങ്കിലാണ് നമ്മൾ ദി എന്ന് പറയാ. ദിക്ക് ശേഷം കോൺസണന്റ് സൗണ്ട് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ഡ എന്നാണ് ഉച്ചരിക്കുക എന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ഈ ദ ഉപയോഗിക്കുന്നത് എന്തിനാണ്? എ പെർട്ടിക്കുലർ പേഴ്സൺ ഓർ എ തിങ്, ഒരാളെ, ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരാളെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ദ എന്ന് പറയും. ദ മാൻ യു ടോൾഡ്, നിങ്ങൾ പറഞ്ഞ ആളുണ്ടല്ലോ, ഈസ് ഹിയർ, ഇവിടെ ഉണ്ട് എന്ന് പറയും. അപ്പൊ നേരത്തെ പറഞ്ഞ ആളെ പറ്റിയാണ് പറയുന്നത്, അതുകൊണ്ടാണ് ദ എന്ന് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ യുണീക്ക് എൻറ്റൈറ്റീസ് ഇൻ ദ വേൾഡ്, ലോകത്ത് നമ്മൾ ആയിട്ട് നമ്മൾ കാണപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മൂൺ, സൺ ഒക്കെ പറയുമ്പോൾ ദ മൂൺ, ദ സൺ എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. അതേപോലെ ഹോളി ബുക്സ്, നമ്മൾ പവിത്രമായ പുസ്തകങ്ങളൊക്കെ പറയുമ്പോൾ ഖുറാൻ, ബൈബിൾ, ഗീത ഒക്കെ പറയുമ്പോൾ ദ ഖുറാൻ, ദ ബൈബിൾ എന്നാണ് നമ്മൾ പറയേണ്ടത്. അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിന്റെ പേരാണെങ്കിൽ ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു എന്നൊക്കെയാണ് പറയേണ്ടത്. അതേപോലെ വെൻ ദ ഓഥർ ഈസ് മെൻഷൻഡ്, ആർട്ടിക്കിൾ നോട്ട് യൂസ്ഡ്. ഇപ്പോൾ ഇനി എഴുതിയ ഒരു പുസ്തകം എഴുതിയ ആളുടെ പേര് അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഷേക്സ്പിയേഴ്സ് ഹാംലെറ്റ് അല്ലെങ്കിൽ ടെമ്പസ്റ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഷേക്സ്പിയേഴ്സ് ടെമ്പസ്റ്റ് എന്നാണ് പറയാ, ദ ടെമ്പസ്റ്റ് എന്ന് പറയില്ല. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിവർ, കനാൽസ്, സീ, ഗൾഫ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതിന്റെ കൂടെ ആർട്ടിക്കിൾ ഉപയോഗിക്കും. എന്നാൽ ദ നൈൽ അല്ലെങ്കിൽ ദ അറേബ്യൻ സീ എന്നൊക്കെ പറയുന്ന രീതിയിൽ. മൗണ്ടൻ റേഞ്ചസ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, അപ്പോൾ ഈ മലനിരകളെ പറയുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ദ ഹിമാലയാസ്, ദ ആൽപ്സ്, ദ വെസ്റ്റേൺ ഗട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ മലനിരകളാണല്ലോ, പക്ഷെ ഒരു മലയെ കുറിച്ച് മാത്രം പറയുമ്പോൾ നമ്മൾ അത് പറയാറില്ല. അതേപോലെ ഏതെങ്കിലും ഒരു ഐലൻഡിനെ പറ്റി മാത്രം പറയുമ്പോൾ നമ്മൾ പറയാറില്ല. ഇഫ് ഇറ്റ് ഈസ് എ സിംഗിൾ മൗണ്ടൻ ഓർ ഐലൻഡ്, ആർട്ടിക്കിൾ ഈസ് നോട്ട് യൂസ്ഡ്. ഒരൊറ്റ മലയാണോ അല്ലെങ്കിൽ ഒരു ഐലൻഡ് ആണെങ്കിൽ നമ്മൾ പറയും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വലിയ ദ്വീപാണ് അല്ലെ, അപ്പൊ ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ ദ ശ്രീലങ്ക എന്ന് നമ്മൾ പറയില്ല. അപ്പൊ അതേപോലെ എവറസ്റ്റ് ഒരു കുത്തനെയുള്ള ഒറ്റ പീക്കിന്റെ പേരാണ് എവറസ്റ്റ്. അപ്പോൾ എവറസ്റ്റ് എന്ന് പറയുള്ളൂ, ദ എവറസ്റ്റ് എന്ന് പറയില്ല. ദ ഹിമാലയാസ് എന്ന് പറയും. ഇനി ദ യൂസ് ചെയ്യുന്ന അടുത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പറയുമ്പോൾ ദ വയലിൻ, ദ ഗിറ്റാർ, ദ സാക്സോഫോൺ എന്നൊക്കെ പറയുന്നത് പോലെ. അതേപോലെ സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് നമ്മൾ പിന്നെ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്ന് പറയില്ല. അപ്പൊ ബെസ്റ്റ്, ദ ബെസ്റ്റ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഹി ഈസ് ദ ബെസ്റ്റ് പ്ലെയർ എന്നൊക്കെ പറയുന്നത് പോലെ ബെസ്റ്റ് എന്ന് പറയും പോലെ ദ സൂപ്പർലേറ്റീവ് ഡിഗ്രി പറയുമ്പോൾ അതിന്റെ കൂടെ ദ വെക്കണം. വേൾഡ് റിനൗണ്ട് മോണ്യുമെന്റ്സ്, നമ്മൾ താജ്മഹൽ പോലെ, പിന്നെ അതേപോലെ പിസ ഗോപുരം പോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദ താജ്മഹൽ, ദ റെഡ് ഫോർട്ട് എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. പിന്നെ ഓർഡിനൽ നമ്പേഴ്സ്, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറയുമ്പോൾ ദ ഫസ്റ്റ്, ദ സെക്കൻഡ് എന്നൊക്കെ പറയും. ദ ഫസ്റ്റ്, ദ സെക്കൻഡ്, ദ തേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഒഫീഷ്യൽ പൊസിഷൻസ്, നമ്മൾ സെക്രട്ടറി, പ്രസിഡന്റ് പോലെയുള്ള പൊസിഷൻസ് പറയുമ്പോൾ ദ സെക്രട്ടറി, ദ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നതാണ്. അതേപോലെയുള്ള വേറൊരു സിറ്റുവേഷനാണ് സയന്റിഫിക് ഇൻവെൻഷൻസ്. ദ റേഡിയോ വാസ് ഇൻവെന്റഡ് ബൈ മാർക്കോണി എന്നൊക്കെ പറയുകയാണെങ്കിൽ ദ റേഡിയോ, റേഡിയോ ഒരു ഇൻവെൻഷൻ ആണല്ലോ. അപ്പോൾ നമ്മൾ ആ നിലക്ക് അതിന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കും. ഇനി ആർട്ടിക്കിൾസ് ഉപയോഗിക്കാത്ത സിറ്റുവേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ ആർട്ടിക്കിൾസ് ആർ നോട്ട് യൂസ്ഡ് ബിഫോർ നെയിംസ് ഓഫ് പീപ്പിൾ ആൻഡ് പ്ലേസസ്. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിന്റെ പേരോ ആളുകളുടെ പേരിന്റെ മുന്നിൽ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും ഉപയോഗിക്കില്ല. മേഴ്സി ഈസ് എ നേഴ്സ് എന്ന് പറയും. മേഴ്സി ഒരു നേഴ്സ് ആണ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇനി കോണ്ടിനെന്റ്
കോണ്ടിനെന്റ്സിന്റെ മുന്നിൽ, രാജ്യങ്ങളുടെ മുന്നിൽ, ഏതെങ്കിലും സിറ്റികളുടെ മുന്നിലൊന്നും നമ്മൾ ഈ ഒരു പേര്, ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ്? കോണ്ടിനെന്റ്സ്, കൺട്രീസ്, സിറ്റീസ് നമ്മൾ ഉപയോഗിക്കില്ല. എന്നാൽ ഈസ് എ യൂണിഫിക്കേഷൻ ഓഫ് സം കൈൻഡ്, ഏതെങ്കിലും ഒരു തരത്തിലുള്ള യൂണിഫിക്കേഷൻ ആണ് കണ്ടപ്പോൾ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഒരു രാജ്യമൊന്നല്ല, ഒരുപാട് പിന്നെ യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഒരുപാട് സ്റ്റേറ്റുകളുടെ ഒരു യൂണിറ്റിയാണ് അമേരിക്ക. അതുകൊണ്ട് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ദ യുണൈറ്റഡ് കിങ്ഡം, ദ UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ അപ്പൊ നമ്മൾ ദ ഉപയോഗിക്കും. അതേപോലെ പിന്നെ ലാംഗ്വേജസിന്റെ മുന്നിൽ നമ്മൾ ഉപയോഗിക്കൂല. പക്ഷെ ലാംഗ്വേജിന്റെ മുന്നിൽ നമ്മൾ ദ വെക്കാണ്. ഇപ്പൊ ദ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇംഗ്ലീഷുകാര് എന്നാണ്. അപ്പൊ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയാണ്. ദ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, ഇംഗ്ലണ്ടിലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാത്ത വേറൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ സ്പോർട്സ്, ഗെയിംസ് അല്ലെങ്കിൽ ആർട്ട് ഫോംസിന്റെ മുന്നിലൊന്നും നമ്മൾ പറയും. പിന്നെ വി പ്ലേ ഫുട്ബോൾ, അപ്പൊ ദ ഫുട്ബോൾ എന്ന് പറയില്ല. പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നൊന്നും വെക്കുമ്പോൾ നമ്മൾ അതിന് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും ഉപയോഗിക്കില്ല. പക്ഷേ ഈ ഒരു ലഞ്ചിന്റെ മുന്നിൽ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ മുന്നിൽ, ഡിന്നറിന്റെ മുന്നിൽ നമ്മൾ ഒരു അഡ്ജക്റ്റീവ് വെക്കുകയാണെങ്കിൽ, ഗുഡ്, ബാഡ് അല്ലെങ്കിൽ ടേസ്റ്റി എന്നൊക്കെ വെക്കുകയാണെങ്കിൽ അതിന് മുന്നിൽ നമുക്ക് ആർട്ടിക്കിൾ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ഹാഡ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ, ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു എന്ന് പറയണമെങ്കിൽ ഐ ഹാഡ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ്, എ ഗുഡ് എന്ന് പറയുന്ന രീതിയിൽ പറയാം. പിന്നെ അച്ഛൻ, അമ്മ, മദർ, ഫാദർ, അങ്കിൾ അങ്ങനത്തെ പൊസിഷനിലൊന്നും നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറില്ല. അതേപോലെ സ്കൂള്, കോളേജ്, ചേർച്ച്, ഹോസ്പിറ്റല് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. ഇത് നമ്മൾ സ്കൂളിൽ പോകുന്നത്, സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ഹി ഗോസ് ടു സ്കൂൾ എവറി ഡേ എന്ന് പറയുകയാണെങ്കിൽ അയാൾ എല്ലാ ദിവസവും സ്കൂളിൽ പോവാറുണ്ട് എന്ന് പറയുമ്പോൾ പറയില്ല. പക്ഷെ വേറൊരു ആവശ്യത്തിന്, സ്കൂളിലെ ആവശ്യത്തിനല്ല വേറൊരു ആവശ്യത്തിനാണ് സ്കൂളിലേക്ക് പോകുന്നതെങ്കിൽ നമ്മൾ പറയും. അപ്പോൾ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഹി ഗോസ് ടു ചർച്ച് ഓൺ സൺഡേസ്. അപ്പൊ സൺഡേസ് ചർച്ചിൽ എന്തിനാ പോണത്? പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പോണത്. പക്ഷേ ഹി വെന്റ് ടു ഹോസ്പിറ്റൽ ടു വിസിറ്റ് ഹിസ് സിക്ക് ഫ്രണ്ട്. ഒരു സിക്കായ ഫ്രണ്ടിനെ, സുഖമില്ലാത്ത ഫ്രണ്ടിനെ സന്ദർശിക്കാനാണ് അയാൾ ഹോസ്പിറ്റലിൽ പോയത് എന്ന് പറയുമ്പോൾ ഹി വെന്റ് ടു ദ ഹോസ്പിറ്റൽ എന്ന് പറയും. അതേപോലെ തന്നെ നെയിംസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആഫ്റ്റർ നെയിംസ് ഓഫ് പീപ്പിൾ ഓർ പ്ലേസ്. അപ്പോൾ നെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുന്നിൽ നമ്മൾ വെക്കില്ല എന്ന് പറയും. പക്ഷെ നമ്മൾ സെന്റ് മേരീസ് ചർച്ച് എന്ന് പറയുകയാണെങ്കിൽ ആളുടെ പേര് വെച്ചിട്ടാണ് ആ ഒരു ചേർച്ചിനെ പറയുന്നത്, അല്ലെ? സെന്റ് മേരീസ് ചർച്ച്. അതേപോലെ കേരള യൂണിവേഴ്സിറ്റി, അതിന് മുന്നിലൊന്നും നമ്മൾ ആർട്ടിക്കിൾ വെക്കില്ല. പക്ഷെ ഒരു സ്ഥലത്തിന്റെ പേര് അതിന് യൂണിവേഴ്സിറ്റിക്ക് ശേഷം, ഒരു സ്ഥാപനത്തിന് ശേഷം വരികയാണെങ്കിൽ ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ദ യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജ് എന്നൊക്കെ പറയുമ്പോൾ ദ വെക്കും. അപ്പൊ ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ദ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ ദ വെക്കും. അതായത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ശേഷം ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കും. അതേപോലെ മെറ്റൽസിന്റെ മുന്നിൽ അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ എന്നൊക്കെ പറയും. അപ്പോൾ പക്ഷെ അതൊരു പിന്നെ ഉപകരണത്തിന്റെ കൂടെയാണ് പറയുന്നതെങ്കിൽ, ഇപ്പോൾ അയൺ ആക്സ് പറയുകയാണെങ്കിൽ ദ അയൺ ആക്സ്, ദ അലൂമിനിയം പോട്ട് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ അതൊരു വസ്തുവിനെ ചേർത്താണ് അത് പറയുന്നതെങ്കിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ ക്വിസ് ഉണ്ട്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഫോമുകളുണ്ട്, എല്ലാം നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യും. ഓക്കെ.